നമസ്കാരം കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ അനുമോളാണ്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 24-ാം തീയതി 1 മണിക്കാണ്. ഇപ്പോൾ രാത്രി 1 മണിയാണ്. അപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്താണ്. 20-ാം തീയതി നടന്ന, അതായത് 19-ാം തീയതി 20-ാം തീയതി നടന്ന 2 സംഭവങ്ങളെക്കുറിച്ച്, ജൂൺ 19, 20 നടന്ന സംഭവത്തിൻ്റെ ഒരു എഫക്റ്റ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിത് ഷെയർ ചെയ്തിടുന്നത് എന്തിനാണെന്നറിയോ, എൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് വേണ്ടിയിട്ടൊരു ഓർമ്മപ്പെടുത്തലും കൂടി വേണ്ടിയിട്ടാവട്ടെ എന്ന്. ഞാൻ എങ്ങനെ അത് പറഞ്ഞു തുടങ്ങണമെന്ന് പോലും എനിക്കറിയത്തില്ല. ആക്ച്വലി 13 വർഷം മുന്നേ, അതായത് ഞാനും എൻ്റെ മോനും ജീവിക്കണം എന്ന് വിചാരിച്ച ആ നിമിഷത്തിന് തൊട്ട് മുന്നേ നടന്ന ഒരു സംഭവം, അത് വീണ്ടും റീക്രിയേറ്റായി എൻ്റെ മുന്നിലേക്ക് വരിക. ഞാൻ സ്റ്റക്ക് ഓൺ ആയിപ്പോയ ദിവസങ്ങളായിരുന്നു. ആക്ച്വലി ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. 2 ദിവസം ഞാൻ അട്ടകടപ്പ് കിടന്നു. എനിക്ക് ബെഡിൽ നിന്ന്, ഇപ്പം ഞാൻ ഇരിക്കുന്ന എൻ്റെ ബെഡിൽ നിന്ന് എനിക്കൊന്നും നടുവ് പൊന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ എണീക്കും ദേഹത്ത് വെള്ളം ഒഴിക്കാൻ. ഭക്ഷണം കഴിക്കാൻ എണീക്കുമ്പോൾ തന്നെയാണ് ദേഹത്ത് വെള്ളം ഒഴിക്കുന്നത്. കാരണം എനിക്ക് 2 തവണ എണീക്കാനുള്ള ആവതില്ലാത്തതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ആ ഒരു പെയിൻ ഭയങ്കരമായിട്ടും ഞാൻ ഓക്കെ ആയിട്ടൊന്നുമില്ല. അതായത് 19-20 തീയതി നടന്ന സംഭവത്തിൻ്റെ എഫക്ഷൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ എനിക്കെന്തോ ഈ ഒരു വീഡിയോ ചെയ്ത് ഞാൻ പ്രൈവറ്റാക്കി വെക്കും. എന്നിട്ടിത് ഓപ്പൺ ആക്കുന്നത് ചിലപ്പോൾ അടുത്ത മാസമോ ഒക്കെ ആയിരിക്കാം. ജൂലൈയിലോ ഓഗസ്റ്റിലോ ഒക്കെ ആയിരിക്കാം ഞാൻ ഓപ്പൺ ആക്കുന്നത്. അറിയത്തില്ല ഞാൻ ഇന്നത്തേക്ക് എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുമെന്ന്. എങ്കിലും എനിക്കിന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. 13 വർഷം മുന്നേ ഞാനും എൻ്റെ മോനും ഫേസ് ചെയ്ത കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. ചിലവരുടെ മുഖങ്ങൾ, ചിലവരുടെ ദേഷ്യപ്പെടലുകൾ, അതാരാ എന്താണെന്നും പറഞ്ഞ് എനിക്ക് അവരെ പബ്ലിക്കിൽ ഇട്ട് തരാൻ ആഗ്രഹമില്ല. ഓക്കെ, ബിക്കോസ് അതിൻ്റെ പേഴ്സണൽ കാര്യമായതുകൊണ്ടാണ്. ഒരുപക്ഷെ അവരെന്നെ മാക്സിമം ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പബ്ലിക്കിൻ്റെ മുന്നിലാണേലും റിലേറ്റീവ്സിൻ്റെ മുന്നിലാണേലും, അതായത് നമ്മുടെ കോർട്ടിൻ്റെ മുന്നിലൊക്കെ ആണേലും. പക്ഷെ അവിടെയൊക്കെ എനിക്ക് ദൈവതുല്യനായ ആരൊക്കെയോ ഒരാൾ കൂടെ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ നിന്നിട്ടുമുണ്ട്. എനിക്കങ്ങനെ ഒരാളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു കീറാനോ ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെ തന്നെയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ആരാ എന്താണെന്നൊന്നും പറയുന്നില്ല. ഈ നമ്മൾ സോംബി സിനിമയൊക്കെ കാണത്തില്ലേ ഇപ്പോൾ, ഞാനതൊക്കെ ഇപ്പോൾ അറിയുന്നത്, എനിക്കിതിനെ കുറിച്ച് അറിവില്ല. അതായത് ഒരു നല്ലൊരു മനുഷ്യൻ, നല്ല ഭംഗിയായിട്ട് അല്ലെങ്കിൽ നല്ല നമ്മുടെ ഇതെന്ന് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു ദേഷ്യമുള്ള അല്ലെങ്കിൽ കടിച്ച് കീറാൻ നിൽക്കുന്ന ഒരു ജന്തുവിനെ പോലെ, ഒരു ചെന്നായെ പോലെ മാറുന്ന ഒരു സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തത് 13 വർഷം മുന്നെയാണ്. 13 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കുക എത്രത്തോളം പ്രായമുണ്ട് എന്നുള്ള കാര്യം. അന്ന് അപ്പൂസിന് 2.5 വയസ്സേ ഉള്ളൂ. ഇന്ന് അപ്പൂസിന് 16 വയസ്സാവുന്നു. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാക്കും മനസ്സിലേക്ക് ഊട്ടി വന്നത്, ഞങ്ങൾ മറന്നുപോയ, അല്ലെ ഞങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, ഒരിക്കലും ഞങ്ങളുടെ ലൈഫിലേക്ക് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുത്, അല്ലെ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ മാക്സിമം അങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ നിന്നൊക്കെ മാറി, അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്നൊക്കെ മാറി ഞങ്ങൾ ജീവിക്കുകയാണ്. ആ നിമിഷത്തെ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു ദിവസമായിരുന്നു ജൂൺ 19, 20. എനിക്ക് ചിലപ്പോൾ അത് അവരുടെയൊക്കെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അങ്ങനെ. പക്ഷെ ഒരിക്കൽ പോലും ഞങ്ങൾക്കത് ഫേസ് ചെയ്യേണ്ട വരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ എൻ്റെ സ്വന്തം എന്ന പോലെ നിന്ന ഒരിടത്തു നിന്നുമാണ് എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല. ഇതിനു മുന്നേ 13 വർഷം മുന്നേ എനിക്ക് കിട്ടിയതും എൻ്റെ സ്വന്തം ഇടമെന്ന് ഞാൻ കരുതിയ എൻ്റെ ഇടത്തു നിന്ന് തന്നെയായിരുന്നു. അങ്ങനെ കരുതിയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കത് അവിടെ നിന്ന് തന്നെ കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു. എന്താ പറയുക, എൻ്റെ മകൻ്റെ മുന്നിൽ നിന്നും എനിക്കുണ്ടായ ആ ഒരു വിഷയം, അത് എനിക്ക്
അതെനിക്ക് 13 വർഷം മുന്നേ ഉണ്ടായ ആ വിഷയത്തിൽ ഞാൻ ഇപ്പോൾ പോലും അത് അപ്സെറ്റ് ചെയ്യാനോ അവരോട് ക്ഷമിക്കാനോ അല്ലെങ്കിൽ അവരോട് കൂട്ടുകൂടാനോ സംസാരിക്കാനോ കാണാനോ അവരുടെ വിശേഷങ്ങൾ അറിയാനോ താല്പര്യപ്പെട്ടിട്ടില്ല. എന്ന് വരെ അവരെന്ത് ചെയ്യുന്നു, എവിടെ ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, അവരുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചു, ഒന്നും തന്നെ ഞാൻ അന്വേഷിക്കാനോ അതുമായി അതിനെ ചെകഞ്ഞിങ്ങനെ നടക്കാനോ ഒന്നും ഞാൻ മെനക്കെടാത്ത ഒരാളാണ്. 13 വർഷം മുന്നേ നടന്ന വിഷയത്തെ ഞാൻ വിട്ട് കളഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ നിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നടന്ന വിഷയത്തെ ഞാൻ എങ്ങനെ വിട്ട് കളയുമെന്ന് നിങ്ങളാൽ എത്ര വർഷത്തേക്കായിരിക്കും ചിലപ്പോൾ വിട്ട് കളയുക എനിക്ക് പോലും അറിയില്ല. ഞാൻ വിട്ട് കളയും ആ വിഷയത്തെ. കാരണം അന്ന്, അതായത് ഈ 13 വർഷം മുന്നേ ഞാനത് വിട്ട് കളഞ്ഞതുകൊണ്ട് അതിനുശേഷം ഒരിക്കൽ പോലും എനിക്കോ എൻ്റെ കുഞ്ഞിനോ അങ്ങനെ ഒരു വിഷയം, അതായത് ഞങ്ങളെ ത്രഡൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്ന, ഞങ്ങളുടെ ഹൃദയത്തെ പിടിച്ചു വലയ്ക്കുന്ന ആ ഒരു വിഷയം ഈ 13 വർഷമായിട്ട് എൻ്റെ കുഞ്ഞിന് ഞാൻ നൽകിയിട്ടില്ല. എൻ്റെ ഫേസിലേക്ക് വന്നിട്ടില്ല. എൻ്റെ കുഞ്ഞിനും ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. പക്ഷേ ഈ ജൂൺ 19-നും 20-നും, എസ്പെഷ്യലി 20-നുണ്ടായ വിഷയം അതെൻ്റെ മകൻ്റെ മുന്നിൽ, 19-ലെ വിട്ടുകൾ അവൻ അറിഞ്ഞിട്ട് പോലുമില്ല, അവനെ ഞാൻ അറിയിച്ചിട്ടുമില്ല. പക്ഷേ 20-ാം തീയതി എനിക്കുണ്ടായ വിഷയം അവൻ്റെ മുന്നിൽ നിന്നുമാണ്. അവരുടെ സംസാരവും പ്രവൃത്തിയും ഇത്രയും നിന്ന കാണിക്കുന്നവർ, അതായത് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ, അല്ലെങ്കിൽ നിന്ന നിപ്പിന് സ്വഭാവം മാറുന്ന കുറേ ആൾക്കാർ. എനിക്ക് അങ്ങനെയുള്ളവരുമായിട്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റാത്തതാണ്. ഒരുപക്ഷെ അവരുടെ ഫാമിലിയിലുള്ള മറ്റു ആൾക്കാർ ഇവരിങ്ങനെ ആയതുകൊണ്ട് അഡ്ജസ്റ്റബിളിൽ പോകുന്നതായിരിക്കും. അവർക്കൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഓക്കെയാണ് ചിരിച്ചു കാണിച്ച് നിൽക്കുന്നതാവാം. ബട്ട് ഐ ഡോണ്ട് കെയർ അബൌട്ട്. ഞാനിതൊന്നും മൈൻഡേ ചെയ്യില്ല. അത് എത്ര വലിയ ബന്ധമാണേലും ഞാൻ പിഴുതെറിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. കാരണം എൻ്റെ ഫാമിലിയിലുണ്ടായ ആ ഇൻസിഡൻറ്റ് എനിക്ക് അത്രമേൽ പറ്റാത്തതുകൊണ്ട്, എൻ്റെ കുഞ്ഞിനും അത്രമേലെ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്നെല്ലാം വിട്ട് നിന്ന് ജീവിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഫാമിലി പോലും അല്ലാത്ത, അല്ലെ ഞങ്ങളുടെ ഒരു രീതിയിലും ഞങ്ങളുമായി കണക്റ്റ് അല്ലാത്ത ഇവരെ എനിക്ക് വിട്ടുകളയുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ ലൈഫിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത്. ഞാനല്ലാതെ സോഷ്യൽ മീഡിയയിൽ വേറെ, എൻ്റെ വീട്ടിൽ വേറെ, അങ്ങനെയല്ല. രണ്ടും എനിക്ക് ഒരുപോലെയാണ്. ഞാനൊരിക്കലും അവിടെ ഞാൻ അങ്ങനെയാണ്, ഇവിടെ ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെയല്ല. ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നാണ്, ഞാൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊന്നാണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നാണ്. പിന്നെ എനിക്ക് ശരിയെന്നുള്ള തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാറുമുണ്ട്. അതിന് ഞാൻ ആരോട് ചോദിക്കാറില്ല. ചോദിക്കുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, ഒരു വ്യക്തി. അതായത് എൻ്റെ എല്ലാ സങ്കടങ്ങളിലും, എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും, എൻ്റെ സ്കൂള് മുതൽ, എൻ്റെ ഹൈസ്കൂള് മുതൽ എൻ്റെ കൂടെ നിന്ന എൻ്റെ ചങ്ക്. അത് ഞാൻ ചങ്കെന്നോ ജീവനെന്നോ കൂടപ്പിറപ്പെന്നോ എനിക്കറിയത്തില്ല, എങ്ങനെയാണ് പറയണ്ടേന്ന് പോലും അറിയില്ല. ഇന്ന് ഈ നിമിഷം ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത് പോലും ആ വ്യക്തിയുള്ളത് കൊണ്ടാണ്. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് എന്നെ വീഡിയോ കോളിൽ എന്നെ ഹീലാക്കാൻ എത്രത്തോളം എന്നോട് സംസാരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? എത്രത്തോളം. ഞാൻ കരയുന്നത് ആ വിഷയത്തെ ഓർത്തല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തിയെ ഓർത്തിട്ട്. എന്നെ അത്ര ചേർത്ത് പിടിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്നാണെന്നറിയോ? അവരുടെ ഗതികേട് കൊണ്ടായിരിക്കും അവരിങ്ങനെ നിൽക്കുക. നീ അത് വിട്ടുകള എന്നാ പറഞ്ഞു. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നീ ഇത് മനസ്സിൽ വെക്കണ്ട. നീ ഏറ്റെടുത്ത കുറച്ച് ജോലിയുണ്ട് അവർക്ക് വേണ്ടിയിട്ട്, ആ ജോലി തീർക്കുക. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് സലാം പറയും. അത് സ്നേഹത്തോടെ തന്നെ, വഴക്കായിട്ടോ വെറുപ്പായിട്ടോ ദേഷ്യത്തോടെയോ ഒന്നുമല്ല. എൻ്റെ കമ്പനിയെ ഏൽപ്പിക്കുന്ന വർക്ക് ഞാൻ ചെയ്തു കൊടുക്കും എന്നല്ലാതെ പേഴ്സണലി അനുമോൾ ഇനി ഒരു കാര്യം അവർക്ക് വേണ്ടി ചെയ്യില്ല. പേഴ്സണലി ഇന്ന് ചെയ്തത് കൊണ്ടാണ് അന്ന് എനിക്ക് ഈ സംഭവം എൻ്റെ മകൻ്റെ മുന്നിൽ നിന്നും ഫേസ് ചെയ്യേണ്ടി വന്നത്.
സോ ഞാൻ അവൻ്റെ അമ്മയാണ്. അമ്മ മാത്രമല്ല, ഞങ്ങൾ കൂട്ടുകാരെ പോലെയാണ്. അപ്പം എന്താ വിട്ടുകളയാം. പക്ഷെ ഈ ഒരു സംഭവം എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു അവരിവരൊക്കെ സെയിം തുല്യരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കവിടെ പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അനുവിൻ്റെ നേർക്കെ വിരൽ ചൂണ്ടിയിട്ടും അടിക്കാമെന്ന് ചിന്തിച്ചവരും അല്ലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരും ഒരുപാടുണ്ടായിരുന്നു 13 വർഷം മുന്നേ. പക്ഷേ ഇപ്പോഴത്തെ അനുവിൻ്റെ അടുത്ത് വന്നിട്ട് നേർക്ക് നേരെ നിന്ന് ഒരാളും പ്രശ്നം ഉണ്ടാക്കില്ല. ആ ഉറപ്പ് എൻ്റെ മകന് ഞാൻ കൊടുത്തതാണ്. കാരണം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നം ഞാൻ ഇന്ന് വരെ ക്രിയേറ്റ് ചെയ്യത്തുമില്ല. കാരണം എൻ്റെ സന്തോഷം ആണ് എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷം. അത് ഞാൻ തിരിച്ചറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നമാവുമോ എന്നുള്ള വ്യക്തികളിൽ നിന്നും ഞാനായിട്ട് ഒഴിവാകാറുണ്ട്. അതൊരിക്കലും അവരെ കുറ്റം പറഞ്ഞിട്ടോ വഴക്കുണ്ടാക്കിയിട്ടോ ദേഷ്യം പിടിച്ചിട്ടോ വഴക്ക് കൂടിയിട്ടോ ഒന്നുമല്ല. സ്നേഹത്തോടെ തന്നെ ഞാൻ പിന്മാറും. കാരണം എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഹാപ്പിയും എൻ്റെ സന്തോഷവുമാണ് എനിക്ക് വലുത്. എന്നെ ജീവൻ നിലനിർത്തുന്നതോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും നിലനിൽക്കുന്നതോ ഞാൻ ചില കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് പീസ്ഫുള്ളായിട്ട് മെൻ്റലി ഓക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ കുറേ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ടൈമിന് വാല്യൂ ഉണ്ട്. ഒരാൾക്കും വെറുതെ ഒരു ടൈം കൊടുക്കരുത് എന്നെപ്പോഴും പറയും. അത് ശരി തന്നെയാണ്. പക്ഷെ എൻ്റെ ടൈമിൻ്റെ മാക്സിമം ഞാൻ അവർക്ക് വേണ്ടി ഉപയോഗിച്ചു. അവർക്ക് സപ്പോർട്ടായിട്ട് ഞാൻ യൂസ് ചെയ്തു. അത് ഞാനൊരമ്മ എന്നുള്ള സ്ഥാനത്ത് കണ്ടിട്ടാണ്. അല്ലെങ്കിൽ അവരനുഭവിച്ച കുറേ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അവരനുഭവിച്ച ഏറെക്കുറെ കാര്യങ്ങൾ ഞാനും അനുഭവിച്ചത് കൊണ്ടായിരിക്കാം എനിക്കത് പെട്ടെന്ന് തന്നെ ക്യാച്ചായത്, ആ ഫീലിങ്സ് ക്യാച്ചായത്. പക്ഷേങ്കിൽ എൻ്റെ മകൻ്റെ മുന്നിൽ നിന്നുണ്ടായ ആ ഒരു ഇൻസിഡൻറ്റിനേക്കാളും വലുതല്ല മറ്റൊന്നും എനിക്കതിനേക്കാൾ വലുതല്ല. നിങ്ങൾ വിചാരിക്കും ഇതാരെക്കുറിച്ചാണ്, എന്തിനെക്കുറിച്ചാണ്? എന്തായാലും ഒരു വ്യക്തിയെക്കുറിച്ചാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ആരാ, എന്താ, എങ്ങനെയാണെന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. അത് ആ സംഭവത്തോടു കൂടി തീർന്നു. അത്രയേ ഉള്ളൂ. പക്ഷേ ഈ 2 ദിവസം എനിക്ക് ഒട്ടും സ്ട്രെയിൻ എടുക്കാൻ പറ്റത്തില്ല. സ്ട്രെയിൻ എടുക്കുന്ന ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ തരത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം നല്ല ദേഹം വേദനയായിട്ട് തീരെ വയ്യാണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. അപ്പോഴും പറഞ്ഞു തരത്തില്ല മോളെ. താങ്ക് യു, വളരെ ഉപകാരം. മെഡിസിൻ തന്നു. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ട വരുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നിർബന്ധം പറഞ്ഞിട്ടില്ല. പക്ഷേ വേണ്ടി വന്നാൽ ചെയ്തേ പറ്റുള്ളൂ, നിലനിൽപ്പിന് വേണ്ടിയിട്ട്, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും. എൻ്റെ കർത്താവേ, ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഓക്കെ ആവണേ, ഞാൻ കഴിക്കുന്ന ഹെൽത്തി ഫുഡിൽ ഓക്കെ ആവണേ. അതുപോലെ തന്നെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ യോഗ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ എൻ്റെ ഹോർമോൺസൊക്കെ ഇപ്പോൾ ഉള്ളത് വെച്ച് കുറേ പോയി, അത് പോട്ടെ, കുഴപ്പമില്ല. ഇനി പോയതിൽ നിന്ന് കുറേ ഹോർമോൺസ് കിട്ടാനുണ്ടായിരുന്നു, അതിന് കിട്ടത്തില്ലല്ലോ, പോയില്ലേ, പറഞ്ഞിട്ട് എന്താ കാര്യം. അപ്പോൾ ഇനി ഉള്ള പാർട്സൊക്കെ വെച്ചിട്ട്, ഇതിനകത്തുള്ള യന്ത്രങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ട് തരണേ. ഹോർമോൺ ഗുളിക എടുക്കേണ്ട അവസ്ഥ ഉണ്ടാകില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ദൈവത്തിൻ്റെ കയ്യിലാണെല്ലാം. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പൊറോട്ട ഇറച്ചി എന്തോ നിങ്ങൾ തീരുമാനിക്കുക. പക്ഷെ എൻ്റെ ഈ അപ്പോൾ എപ്പോഴും കയറി വരും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഞാനത് ഇപ്പോൾ കുറച്ച് മുന്നേ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് അപ്പം എന്നോട് ചോദിച്ചു, നീ എന്താടി വിളിക്കായിരുന്നു വെച്ചു. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഒട്ടും ഓക്കെ അല്ല, ഞാൻ സംസാരിക്കാൻ ഓക്കെ അല്ലായിരുന്നു. ഇന്ന് വൈകുന്നേരമാണ് ഞാൻ ഓക്കെ ആയി. അപ്പോഴും ഞാൻ വിചാരിച്ചു ഒന്ന് വിളിച്ചാലോ. ഞാൻ വിചാരിച്ചു വേണ്ട, നാളെ വിളിക്കാം, നാളെ ആകുമ്പോൾ ഞാൻ ഒന്നും കൂടെ ഓക്കെ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഞാൻ ഈ ഇൻസിഡൻ്റൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നീ വിട്ട് കളയാൻ പറഞ്ഞു. നീ വിട്ട് കളയാനും മോളെ, നീ എത്ര വിട്ട് കളഞ്ഞതാ? നീ വിട്ട് കളയാവുന്ന ഏറ്റവും വലിയത് നീ വിട്ട് കളഞ്ഞിട്ട് നിൽക്കുന്നവളാണ്. അപ്പം അതിൻ്റെ അപ്പുറമല്ലല്ലോ ഇത് എന്ന് ചോദിച്ചു. അവൾക്ക് കറക്റ്റ് അറിയാം, ശരിയാണ്. ആരെന്തൊക്കെ പറയുമെന്നോ അല്ലെങ്കിൽ ആൾക്കാരെന്ത് പറയുമെന്നോ അല്ലെ എങ്ങനെ ജീവിക്കണമെന്നോ
ഒന്നും അറിയാത്ത പ്രായത്തിൽ വേണ്ട എന്ന് വെച്ച ജീവിതത്തെ വലുതല്ല ബാക്കി ഒന്നും. ഇത് ഞാൻ പറഞ്ഞിടുന്നത്, ഈ വീഡിയോ ഞാൻ ചെയ്തിടുന്നത് എന്തിനാണെന്നറിയാമോ? അറിയാം, അവരതറിയാം എനിക്ക് എത്രത്തോളം ഫീലായി എന്നുള്ളത്. ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുമായിരിക്കും, ചിലപ്പോൾ കാണില്ലായിരിക്കും. പക്ഷേ എനിക്കിത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ഈ വീഡിയോ എൻ്റെ ചാനലിൽ വെക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ്. അതെ, 15 മിനിറ്റായി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അറിയത്തില്ല. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇത് ഞാൻ ഇടുന്നത് എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഇനി എന്താണ് എൻഡിങ് പറയേണ്ടതെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഗോഡ് ബ്ലെസ് യു, അത് പറയാം. ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ബൈ.